എന്താ അച്ഛാ? മോളെ, CI എന്തു പറഞ്ഞു അച്ഛാ? ജീവൻ രാജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരന്വേഷിക്കുന്നുണ്ടോ? എന്തൊക്കെയോ സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തായാലും ഉടനെ തന്നെ അവനെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. എന്നിട്ടും നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്തെ? നീ പോലീസിനെ വിശ്വസിക്കും മഞ്ചാടി. ജീവൻ രാജിന്റെ കാര്യത്തില് അവർക്ക് മാത്രമല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇതുവരെ എനിക്ക് അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു ചേച്ചി. പക്ഷെ ഇന്നത്തോടെ അത് അവസാനിച്ചു. ഇവിടെ നിന്ന് ഗോകുല് തല്ലിച്ചതച്ച് ജീവച്ചവമായി കണ്ടെയ്നർ ലോറിയിൽ കയറ്റിവിട്ട ജീവൻ രാജ് ഇപ്പൊ മുംബൈയിൽ മയക്കുമരുന്ന് മാഫിയയുടെ സംരക്ഷണത്തിലാണെന്നാ CI സാർ പറയുന്നത്. ഇതൊക്കെ എന്തോ കളിയാ ചേച്ചി. ജീവൻ രാജ് ഒരിക്കലും അങ്ങനെ ഒരിടത്ത് എത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മഞ്ചാടി, പോലീസ് എന്തിനാ കള്ളം പറയുന്നത്? ജീവൻ രാജിനെതിരെ പ്രവർത്തിച്ചിട്ട് അവർക്ക് എന്താ നേടാനുള്ളത്? ജീവൻ രാജിനെ എന്നെയും തമ്മിൽ അകറ്റിയവരെ സംരക്ഷിക്കാൻ പോലീസിനെ കയ്യിലെടുക്കാൻ കഴിവുള്ളവരെ സച്ചി സാറും മകനെന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പക്ഷേ ജീവൻ രാജിനെ ഇല്ലാതാക്കിയിട്ട് അവര് സന്തോഷമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മഞ്ചാടി, അച്ഛാ, എന്താ അച്ഛാ അവൾ ഇങ്ങനെയൊക്കെ? മോളെ, ജീവൻ രാജിനെ കുറിച്ച് CI സാർ പറഞ്ഞെല്ലാം കേട്ടിട്ട് സത്യത്തില് ഞാനും വല്ലാതായിപ്പോയി. അവനെ ഇനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് അത് ഏത് രൂപത്തിലാണെന്ന് പോലും പറയാൻ പറ്റില്ല. പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ ജീവൻ രാജ് ഒരു മയക്കുമരുന്ന് സംഘത്തിന്റെ കണ്ണിയാണെന്നുള്ളതാ. എന്തായാലും അവന്റെ തിരിച്ചുവരവുണ്ടായാൽ അത് നമ്മളെ വീണ്ടും കുഴപ്പത്തിലാക്കി കളയാനു. പോലീസ് പറയുന്ന സത്യമാണെങ്കിൽ ജീവൻ രാജിനെ തിരിച്ചു വന്ന അവന്റെ ഇടം ജയിലിലായിരിക്കില്ലേ അച്ഛാ? അതുകൊണ്ട് മഞ്ചാടി രക്ഷപ്പെടുകയുള്ളൂ. രക്ഷപ്പെടും. പക്ഷേ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും കഴിയണം മോളെ. മോളെ മഞ്ചാടി, നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ നീ തരണം ചെയ്തില്ലേ? ഇപ്പോ അച്ഛനും ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയില്ലേ? ഉണ്ടോ ചേച്ചി? നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാവോ? അതെന്താ മോളെ നിനക്ക് അങ്ങനെ ഒരു സംശയം? അച്ഛൻ നിന്റെ ഒപ്പം ഉള്ളതിന്റെ തെളിവല്ലേ നീ വിളിച്ചപ്പോ തന്നെ അച്ഛൻ ഓടി വന്നത്. പക്ഷെ എനിക്കിപ്പോഴെല്ലാരും സംശയ ചേച്ചി. എന്നെയും ജീവനെ പിരിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇപ്പൊ വീണ്ടും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക്. അവരെല്ലാവരും ഒരുമിച്ച് ജീവനെ കുറ്റവാളിയാക്കി ഗോകുലിനെ രക്ഷിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ചേച്ചി. മോളെ,
നീ എന്താ മഞ്ചാടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് അങ്ങനെയല്ലേ ചേച്ചി പ്രതികാരം ചെയ്യാൻ പറ്റൂ. ഞാൻ കാരണം ജന്മം തൊലക്കേണ്ടി വന്ന ജീവൻ രാജിന് വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ?